കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ചെയ്യരുത് എന്നുള്ള വിഷയങ്ങളാണ് നാം ഈ നാളുകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കോപിക്കരുത്. യോബിന്റെ പുസ്തകം 36 അധ്യായത്തിന്റെ 18 വചനം പറഞ്ഞിരിക്കുന്നത്, കോപം പരിഹാസത്തിനായിട്ട് വശീകരിക്കരുത്. കോപം എന്ന് പറയുന്നത് മനുഷ്യൻ പ്രവർത്തിക്കാൻ പാടില്ലാത്തതായൊരു സ്വഭാവമാണ്. ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്നത്, കോപം എന്ന് പറയുന്നത് ഒരു പ്രാന്താണ്. കോപഭ്രാന്ത് എന്നൊക്കെയും നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ കോപം എന്ന് പറയുന്നത് പ്രാന്താണ്. ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ സ്വബോധമില്ലാത്ത അവസ്ഥയാണ്. സ്വബോധമില്ലാതെ ഒരു ദൈവത്തിന്റെ പൈതലിനെ സ്വബോധമില്ലാതാക്കുന്നതും ഭ്രാന്തനാക്കുന്നതുമായ ഒരു സ്വഭാവമാണ് കോപം. അതുകൊണ്ട് കോപത്തെ ഏറ്റവും അധികമായിട്ട് സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നത്, കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുവോളം നിന്റെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ആ കോപം സൂര്യൻ അസ്തമിക്കുന്ന സമയത്തിന് മുമ്പേ തന്നെ, അത് ആ പകൽ കഴിയുന്നതിന് മുമ്പേ തന്നെ കോപം നീക്കിക്കൊള്ളണം. അല്ലെങ്കിൽ രാത്രിയിൽ സന്ദർശനം ഉണ്ടാകും. രാത്രിയിൽ സന്ദർശനത്തിൽ ഹൃദയത്തിൽ കോപം വെച്ചുകൊണ്ടിരിക്കുന്നു, കോപം സംഗ്രഹിച്ചുകൊണ്ട് ഉറങ്ങുന്നുവെങ്കിൽ ശത്രുവിന് അവൻ്റെ മേൽ അധികാരമുണ്ടാകും. ആ ശത്രുവിൻ്റെ അധികാരത്താൽ അവന് സുബോധം നഷ്ടപ്പെട്ടു പോവുകയും അവൻ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ, ദൈവത്തിന് കോപം ജനിപ്പിക്കുന്ന പ്രവൃത്തികൾ അവൻ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അതിനാൽ ഈ കാര്യങ്ങൾ മനുഷ്യന്റെ ശത്രുവാണെന്നും അതിനാൽ മനുഷ്യന്റെ അവകാശം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ട് എന്നും മനസ്സിലാക്കി മനുഷ്യൻ കോപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. കാരണം കോപത്തിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് ശത്രു നിത്യമായിട്ട് പരിഹസിക്കുന്ന ഒരു അനുഭവത്തിലേക്കും അവസ്ഥയിലേക്കും മനുഷ്യനെ കൊണ്ടുവന്നെത്തിക്കും എന്നുള്ളത് നാം നിശ്ചയമായിട്ടും തിരിച്ചറിഞ്ഞുകൊള്ളണം. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് മോശയുടെ ജീവിതമാണ്. മോശയെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും ഒരു എതിരോ ഒരു തർക്കമോ പറയുവാനില്ല. കാരണം ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി തന്നെത്താൻ മാറ്റിവെച്ചൊരു ജീവിതമാണ് മോശ എന്ന ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകൻ്റെ, ദൈവത്തിൻ്റെ വിശ്വസ്തനായ മനുഷ്യൻ്റെ പ്രത്യേകത. അത് നിമിത്തം ഈ ലോക ചരിത്രത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടിക്ക് ശേഷമായിട്ട്, ആദമിൻ്റെ പാപത്തിന് ശേഷം ഒരു മനുഷ്യനോടും ദൈവം നേരിട്ട് സംസാരിച്ചിട്ടില്ല. എന്നാൽ മോശയോട് ദൈവം അഭിമുഖമായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ധാരാളം ശ്രേഷ്ഠന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവരോടൊക്കെയും സ്വപ്നത്തിലും ദർശനത്തിലും ഒക്കെയുമാണ് കർത്താവ് സംസാരിക്കുന്നത്. എന്നാൽ മോശയോട് ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ മോശയോട് ദൈവം സംസാരിക്കും. അങ്ങനെ മോശ തൻ്റെ ജീവിതമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ മോശയ്ക്ക് ഏറ്റവും താല്പര്യമുള്ളതും ഏറ്റവും സന്തോഷമുള്ളതും, മോശ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കനാൻ ദേശത്ത് എത്തിച്ചേരണം, ഈ ജനത്തോടൊപ്പം കനാൻ ദേശത്ത് എത്തിച്ചേരണം. എന്നാൽ മോശ കനാൻ ദേശത്ത് കടക്കുകയില്ല എന്ന് കർത്താവ് മോശയോട് പറയുവാനിടയായിത്തീർന്നു. അതിൻ്റെ കാരണം എഴുതിയിരിക്കുന്നത്, ജനത്തോട് ഉള്ള കോപം നിമിത്തമായിട്ട് മോശ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. മോശ ഈ ജനത്തിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ടു. ജനത്തെ നശിപ്പിക്കാതിരിക്കാനായിട്ട് 40 രാവും പകലും ദൈവസന്നിധിയിൽ പക്ഷപാതമായിട്ട് കിടന്നു. ഈ മരുഭൂമിയിലുള്ള ഈ കഷ്ടങ്ങളൊക്കെയും സഹിച്ച് എങ്ങനെയും തനിക്കും ഈ ദൈവത്തിൻ്റെ ജനത്തിനും കനാൻ ദേശത്ത് എത്തിച്ചേരണമെന്ന്
വിചാരിച്ചുകൊണ്ട് പ്രവർത്തിച്ചവനാണ് മോശ. ഈ ഭൂമിയിലൊക്കെയും ഏറ്റവും സൗമ്യനാണ് മോശ. മോശ ദൈവത്തിന്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നുവെന്ന് നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുന്നുണ്ട്. പക്ഷേ മോശയ്ക്ക് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കോപിക്കരുത് എന്ന് പറയുന്ന ആ കോപം എന്ന സ്വഭാവം മോശയിൽ വെളിപ്പെട്ട് അത് അവനെ അല്പസമയത്തേക്ക് ഒരു ഭ്രാന്തനാക്കി തീർത്തു. അവൻ അധരങ്ങൾ കൊണ്ട് അവിവേകം സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം മോശയോട് അപ്പോൾ തന്നെ കൽപ്പിച്ചു, നീ ഈ കനാൻ ദേശം, ഈ യോർദാൻ കടന്ന് ഈ കനാൻ ദേശം നീ അവകാശമാക്കി തീർക്കുകയില്ല എന്ന് ദൈവം മോശയോട് കൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അത്ര വലിയ ഒരു അപകടമാണ് കോപത്തിന്റെ പുറകിലിരിക്കുന്നത്. വചനം പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടമാനസന്മാർ കോപം സംഗ്രഹിച്ചു വയ്ക്കുന്നു. അവനെ ബന്ധിക്കുമ്പോൾ അവൻ രക്ഷയ്ക്കായി വിളിക്കുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യൻ, നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ, ഒരു മനുഷ്യൻ കോപിച്ചു കഴിഞ്ഞാൽ അവൻ ഭ്രാന്തനാണ്. അവൻ ഭ്രാന്തനായി കഴിഞ്ഞാൽ അവനെ ആ സമയത്ത് ശത്രുവോ ആരെങ്കിലും ഒന്ന് ബന്ധിക്കുമ്പോൾ അവന് രക്ഷയ്ക്കായിട്ട് നിലവിളിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. മോശയ്ക്കും സംഭവിച്ചത് അപ്രകാരമാണ്. കോപം മുഴുത്തു കഴിഞ്ഞപ്പോഴേക്ക് അതിനാൽ എന്തൊക്കെയോ നഷ്ടം വരും, അതിനാൽ താൻ പരിഹസിക്കപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെയും മറന്നുപോയി. മോശ അധരങ്ങൾ കൊണ്ട് അവിവേകം സംസാരിച്ചു. അതുകൊണ്ട് മോശയ്ക്ക് കനാൻ ദേശം പ്രവേശിക്കുവാനുള്ള ആ സാധ്യത ഇല്ലാതായി. പിന്നെയോ ഇന്നും മോശയെക്കുറിച്ചൊരു കുറ്റം പറയാനില്ല എങ്കിലും മോശ അറിഞ്ഞോ അറിയാതെയും പരിഹസിക്കപ്പെടുകയാണ്. കാരണം കോപിച്ച നിമിത്തമായിട്ട് തൻ്റെ ഭൗതിക ജീവിതത്തിൽ കനാൻ ദേശത്തെത്തുവാൻ സാധിക്കാതിരുന്ന ഒരുവനാണ് എന്ന് ശത്രു അവൻ ഇന്നും പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും അനുഭവമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് ജനമായിട്ടുള്ള നാം അറിഞ്ഞിരിക്കേണ്ടത്, കോപം എന്ന് പറയുന്നത് നമ്മെ ഭ്രാന്തന്മാരാക്കും. കോപം നമ്മളുടെ അവകാശത്തെ എടുത്തു കളയുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ നമ്മുടെ അവകാശം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് നിമിത്തമായിട്ട് ശത്രു നമ്മളെ ഇടപെടാതെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും ഇടയായിത്തീരുമെന്ന് അറിഞ്ഞുകൊണ്ട് കോപം എന്നുള്ള സ്വഭാവം അത് നമ്മിൽ ഭൂരിപക്ഷം പേരിലുണ്ടെങ്കിലും അത് നീക്കിക്കളവാനായിട്ട് ദൈവത്തോടൊരു ആത്മാർത്ഥമായ പ്രാർത്ഥന ആവശ്യമാണ്. ഇനി കോപിച്ചാൽ പാപം ചെയ്യരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു. നിന്റെ കോപം എവിടം വരെ എത്താവുള്ളൂ? കോപം ആ സമയത്തിന് മുമ്പേ തന്നെ അതിനെ കോപത്തിൽ നിന്ന് നീ തിരിഞ്ഞുകൊള്ളണം. അത് നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചുകൊണ്ടിരിക്കരുത്. ദുഷ്ടന്മാരാണ് കോപം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ സംഗ്രഹിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ നിശ്ചയമായിട്ടും അവകാശം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംസാരവും പ്രവൃത്തിയും സുബോധമില്ലായ്മയാൽ വെളിപ്പെട്ട് വരുവാനായിട്ട് ഇടയായിത്തീരും. അതിനാൽ നമ്മുടെ അവകാശവും ശത്രു എന്നേക്കും നമ്മളെ പരിഹസിക്കുവാനും ഇടയായിത്തീരുമെന്ന് അറിഞ്ഞുകൊണ്ട് കോപം എന്ന സ്വഭാവം നീക്കിക്കളഞ്ഞ് കോപിക്കരുത് എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് മുറുകെ പിടിച്ച് അനുസരിച്ച് നമ്മുടെ അവകാശത്തെയും ശത്രുവിൻ്റെ സകല പരിഹാസത്തിൽ നിന്നും രക്ഷയും പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് ദൈവവരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.